വൈക്കം വിശ്വനിലേക്ക്. നമ്മുടെ ഭാഷയുടെ കരുത്ത് ഉയർത്തിപ്പിടിക്കാനും മലയാള ഭാഷയ്ക്ക് വേണ്ടി തൻ്റെ അവസാന സമയവും മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കാനും തയ്യാറായി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതിഹാസങ്ങളെക്കുറിച്ച് കവിത രചിക്കുമ്പോഴും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള മാറ്റത്തിനും വേണ്ടി എപ്പോഴും തുടിച്ചുകൊണ്ടിരുന്ന ശബ്ദമാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ നാടകം ഉയർന്നു വരുമ്പോൾ ആ നാടക ഗാനങ്ങൾ ഇന്നും പാടി നടക്കുന്നവർ ആ രീതിയിലൊരു പുതിയ ഉയർത്തെഴുന്നേൽപ്പുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. നവോത്ഥാന കേരളത്തിൻ്റെ ശബ്ദം സാംസ്കാരിക രംഗത്ത് എന്തെങ്കിലും പുഴുക്കുത്തുകളുണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള കരുത്തോടുകൂടി പകർന്നു വന്നിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭാഷാപാഠങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം പുതിയൊരു അവബോധവും പകർന്നു തന്ന പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വ്യക്തിപരമായ എൻ്റെ അനുശോചനവും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ONVയെ മലയാളത്തെ സ്നേഹിക്കുന്നവരൊക്കെ ONVയെ അനുസ്മരിക്കുമ്പോൾ മലയാള ഭാഷയുടെ തേനും നിലാവുമായി നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു എന്നും ONV കുറിപ്പ്. ഭാഷയുടെ സൂര്യഗീതമായി പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന സ്നേഹ സാന്നിധ്യവും. ആ സ്നേഹ സാന്നിധ്യം യാത്ര പറയുമ്പോൾ മലയാണ്മയുടെ ഭാവഗീതം തന്നെയാണ് നമുക്ക് നഷ്ടമാവുന്നത്. ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ ഒരു അരയാലും ഒരു ഒലിവുമരവും ഒരു ഈന്തപ്പനിയും അടുത്തടുത്ത് നിന്ന് കാറ്റിൽ സ്നേഹമർമരം കൈമാറുന്ന ഒരു ഭൂമി എൻ്റെ സ്വപ്നമാണ്. ഒടുവിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കവി യാത്രയായിരിക്കുന്നു. നറുമൊഴിയുടെ വളപ്പൊട്ടുകൾ ബാക്കി വെച്ച് അക്ഷരങ്ങളുടെ മയിൽപ്പീലികൾ നമുക്ക് തന്നു. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, വിശേഷണങ്ങൾക്ക് അതീതമായിരുന്നു 6 പതിറ്റാണ്ടിലധികമായി ഈ ഭൂമികയിൽ ആ സ്നേഹ സാന്നിധ്യം. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച ON വേലുക്കുറുപ്പെന്ന ONV കവിതയുടെ സൗന്ദര്യവും ഗാനങ്ങളുടെ അനുഭൂതിയും ഒരുപോലെ ആസ്വാദകർക്ക് പകർന്നു നൽകി. ഉജ്ജയിനി, ഭൈരവന്റെ തൊടി, ഭൂമിക്കൊരു ചരമഗീതം, അരിവാളും രാക്കുയിലും തുടങ്ങി 30ലധികം കാവ്യസമാഹാരങ്ങൾ, തോന്നിയാക്ഷരങ്ങൾ, പാഥേയം തുടങ്ങിയ 12ഓളം ഗദ്യകൃതികൾ, ബലി എന്ന നീണ്ട കഥ. നാടക ചലച്ചിത്രഗാന രംഗത്ത് ആ തൂലികയിൽ നിന്നും പിറവിയെടുത്ത അമൃതധാരകൾ അനവധി. ജ്ഞാനപീഠം, പത്മശ്രീ തുടങ്ങിയ പുരസ്കാര പ്രഭകൾ. കോളേജ് അധ്യാപകൻ, വകുപ്പ് തലവൻ, വിസിറ്റിംഗ് പ്രൊഫസർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിലുള്ള ഔദ്യോഗിക ജീവിതം. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് പാടിയ കവി അധ്വാനവർഗത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം എന്നും നിലകൊണ്ടു. ഒരു തൊപ്പിയിലും ഒതുങ്ങാത്ത ചുരുൾമുടികൾ ചുഴന്ന്, ഒരു കുറ്റിയിലും ഒതുങ്ങാത്ത മുന്തിരിവള്ളികൾ വീശി, ഭാവവും ഭാവനയും ഭാഷയും സംഗീതവും അലിഞ്ഞ് ലയിച്ച് സ്പന്ദിക്കുന്ന കാവ്യചൈതന്യമാണ് ONV കവിതകൾ എന്ന് പറഞ്ഞു വെച്ച പ്രിയകവി വൈലോപ്പിള്ളിയുടെ വാക്കുകൾ അടയാളപ്പെടുത്തുന്നു ഈ ജീവിതത്തിന്റെ സമസ്ത സൗന്ദര്യവും. ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂപ്പോൾ വിടർത്തെഴുന്നേൽക്കും. മലയാളികൾക്കിനി ആ സ്നേഹസാന്നിധ്യം സ്മരണ മാത്രം. ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പൂവുകളുടെ 1000 ചിറകുകൾ വിടർത്തുന്ന സ്നേഹ സൗരഭ്യം. ആൾത്തിരക്കേറുമീ വാഹനം എന്നെയൊരു പാൾ ചുമടായി ഇറക്കി വയ്ക്കേ. കൾച്ചറൽ ഡെസ്ക്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണത്തിലേക്ക്. 6 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു പ്രവർത്തിച്ച ഒരു മഹാകവിയായ ONVയുടെ നിര്യാണം അപരിഹാര്യമായ ഒരു നഷ്ടമാണ് നമ്മുടെ സാഹിത്യ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായൊരു വക്താവായിരുന്നു ശ്രീ ONV. അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രശസ്തനായ ഒരു അധ്യാപകനായി
കേരളത്തിലെ വിവിധ കോളേജുകളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. നിരവധി ശിഷ്യഗണങ്ങളുടെ സമ്പത്ത് ശ്രീ ONV ക്കുണ്ട്. ജ്ഞാനപീഠം ജേതാവ് എന്നുള്ള നിലയിലും പത്മവിഭൂഷൺ നൽകി നമ്മുടെ രാജ്യം ആദരിച്ച മഹത് വ്യക്തി എന്നുള്ള നിലയിലുമെല്ലാം അദ്ദേഹം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ONV ഓരോ മേഖലക്കും നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി നേടിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭയുടെ കാലത്താണ് ONV അതിനുവേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു മാസം മുമ്പ് ഇപ്പോൾ നടന്നു വരുന്ന നവകേരള മാർച്ചിൻ്റെ CD പ്രകാശനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കൊണ്ട് അതിൻ്റെ ചടങ്ങ് നിർവഹിപ്പിച്ച ആ പരിപാടിയിലാണ് ഏറ്റവും ഒടുവിൽ ONVയോടൊപ്പം ഞാൻ പങ്കെടുത്തത്. അങ്ങനെ നിരവധി വേദികളിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ എന്നുള്ള നിലയിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹ്വ എന്നുള്ള നിലയിലും അദ്ദേഹം ഉയർന്നു നിന്നിട്ടുണ്ട്. ശ്രീ ONVയുടെ ഈ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജീവൻ കുമാർ തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പകരം വയ്ക്കാനില്ലാത്ത ബഹുമുഖ പ്രതിഭ, ആ അർത്ഥത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ വ്യത്യസ്തമായിരിക്കുമ്പോൾ ആ വ്യത്യസ്തതകൾ ഏതൊക്കെ തലത്തിലാണ്? പ്രദീപ്, തീർച്ചയായും. കാരണം കവിയായി, അധ്യാപകനായി ഓരോ മേഖലകളിലും കടന്നു ചെന്ന എല്ലാ മേഖലകളിലും വിരാജിക്കുകയും അതിൽ വെന്നിക്കൊടി പാറിക്കുകയും ഒക്കെ ചെയ്യുക അനിതര സാധാരണമായൊരു കഴിവാണ്. കാരണം അത് എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന ഒന്നല്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി ഇതിഹാസമായി മാറുന്നത് ചരിത്രത്തിലെ അത്യപൂർവതകളിലൊന്നാണ്. അത്തരമൊരു അത്യപൂർവതയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിഹാസമായി മാറിയ വ്യക്തിയാണ് ONV കുറുപ്പ്. അത്തരം അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളായ വ്യക്തിത്വം മാത്രമാണ് ഒരുപക്ഷെ ചരിത്രത്തിലുണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1000 പൂർണ്ണചന്ദ്രന്മാർ ONVയെ കണ്ടു എന്നതായിരിക്കും കുറേ കൂടെ ആലങ്കാരികമായി പറയുക ശരി. ഏത് മേഖലയിലാണ് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് എന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി പറയുകയും പെട്ടെന്ന് പറയാൻ കഴിയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗാന രചനാ കൗശലം തന്നെയാണ്. ഒരുപക്ഷെ 13ഓളം, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഷോക്കേസിൽ സംസ്ഥാന ചലച്ചിത്ര ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള 13ഓളം സംസ്ഥാന ഗാനരചയിതാവിനുള്ള 13ഓളം അവാർഡുകളും ദേശീയ അവാർഡുമെല്ലാം കൈപ്പറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. വാക്കിൽ എനിക്ക് എന്നെ സ്വാധീനിച്ച, അല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നൊരനുഭവം ഒരുപക്ഷെ കുമാരനാശാൻ തന്നെ എഴുതിയ, നേരത്തെ കരുണയിൽ എഴുതിയ പഴയ ഒരു പ്രസിദ്ധമായൊരു വരി, അദ്ദേഹത്തിൻ്റെ ഒരു തർജിമ നമ്മളെല്ലാവരും പറയാറുണ്ട്. വ്യർത്ഥമായി തോന്നുന്നു കഷ്ടമിവൻ കാണാതെയുള്ള നൃത്തഗീതാദികളിലെ നിപുണി പോലും എന്ന് വാസവദത്ത പറയുന്നതിനെ എത്ര മനോഹരമായിട്ടാണ് കരുണ എന്ന കൃതിയിൽ അദ്ദേഹം എന്തിനീ ചിലമ്പുകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ലയെങ്കിൽ എന്ന് ONV പകർത്തി എഴുതുന്നു. ഒരുപക്ഷെ ഈ ഭാഷയുടെ സ്വാധീനം തന്നെയാവാം അദ്ദേഹത്തെ മലയാളികൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുക. ഏതൊരു പാട്ടും നമുക്ക് മനസ്സിൻ്റെ അഗാധതകളിലേക്ക് കൊണ്ടു ചെല്ലുന്ന തരത്തിലുള്ള ONVയുടെ ആ ഒരു ഭാഷാ സൗകുമാര്യ ശൈലി, അതിൻ്റെ ലാവണ്യം, അതിൻ്റെ സൗന്ദര്യം, അതൊന്നും ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ല. പലപ്പോഴും ഏറ്റവും ലളിതമായ പദങ്ങൾ ചേർത്ത് എഴുതുകയും ആരാധനാ നിർഭരമായ വരികൾ കൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ അനുവാചകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വശ്യത, ഒരു വല്ലാത്ത മാന്ത്രികത അദ്ദേഹത്തിൻ്റെ വരികൾക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടതായി വരുന്നു. കാരണം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒറ്റ ഗാനം മാത്രം മതിയാവും അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം. ഒരുപക്ഷെ മലയാള ഗാന ചരിത്രത്തിൻ്റെ ഇതപര്യന്തമുള്ള ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇത്രത്തോളം പല ഗാനങ്ങൾ ഇതിനു മുമ്പും ശേഷവും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു കാമുകൻ കാമുകിയോട് പറയാത്ത ഇത്രമേൽ സ്വാധീനിക്കുന്നൊരു ഗാനം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത്രമേൽ പാടിപ്പതിഞ്ഞു പോകുന്ന
ഒരു ഭാഷാ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ കവിതയും KPSCയുടെ നാടകഗാനങ്ങളിലുമെല്ലാം സജീവമായിരുന്നുവെങ്കിലും അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം യൂണിവേഴ്സിറ്റി കോളേജിലെ നീണ്ട അധ്യാപന ജീവിതത്തിന് ശേഷം റിട്ടയർ ആയതിനു ശേഷമാണ് അദ്ദേഹം ഗാനരചനയിലേക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ അത് മനുഷ്യന് ചിന്തിക്കാനുള്ള ശൈലിയൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നിടത്ത് നിന്നാണ് അദ്ദേഹം കൂടുതൽ യൗവനയുക്തനായത് എന്ന് പറയേണ്ടതായി വരും. കാരണം അതിനുശേഷമാണ് മലയാളികൾ എല്ലാ കാലത്തും പാടി നടക്കുന്ന പവിഴം പോൽ, പവിഴാധരം പോൽ, അല്ലെങ്കിൽ ഒരു തളം മാത്രം വിടർന്നൊരു ചെമ്പനീർ, മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, അങ്ങനെയുള്ള വലിയ ഗാനങ്ങൾ, ഒരു പക്ഷേ ആത്മാവിൽ മുട്ടി വിളിക്കുന്നത് പോലെയുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പൊതുവായ ഗാനപ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് നമുക്ക് പറയേണ്ടതായി വരുന്നു. അത് ഗാനലോകത്തെ മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ഒരു മാനുഷിക സ്വഭാവം, ഇടതുപക്ഷ മനസ്സ്, ഇതൊക്കെ നമ്മൾ വേറൊരു തരത്തിൽ പരിശോധിക്കേണ്ടതാണ്. അവയെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ പരിശോധിക്കാനും വിശകലനം ചെയ്യാനും നമുക്കൊക്കെ ചില പരിമിതികളുമുണ്ട്. കാരണം എല്ലാ കാലത്തും അദ്ദേഹം മർദ്ദകൻ്റെ പക്ഷത്തായിരുന്നില്ല, മർദ്ദിതൻ്റെ പക്ഷത്തായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും എപ്പോഴും അശരണരുടെ പക്ഷത്തായിരുന്നു എന്ന് തീർച്ചയായും നമ്മൾ തീർത്ത് പറയേണ്ടതായി വരുന്നു. കാരണം 1989 അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേരിട്ട് മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ സ്വഭാവം പരസ്യമായി പ്രകടിപ്പിച്ച വ്യക്തിയാണ്. അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം ഭരണകൂടങ്ങൾക്കറിയാമായിരുന്നു, അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കറിയാമായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം എന്നും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ഒരു തൊഴിലാളിയുടെ എല്ലാ കാലത്തെയും, അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു പുതിയ ലോകമുണ്ടാകുമെന്നും അവനായി ഈ ലോകം വിമോചിക്കപ്പെടുമെന്നും അവൻ്റെ ഒരു ലോകം ഈ ലോകത്ത് സാധ്യമാകുമെന്നും കരുതുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നേരത്തെ MA ബേബി സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ചന്ദ്രനിൽ ചെല്ലുന്നതിനും എത്രയോ മുമ്പാണ് അദ്ദേഹം അമ്പിളി അമ്മാവ നിൻ്റെ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന് എഴുതാൻ കഴിയുന്നത്. അങ്ങനെ എഴുതുന്ന ലളിതമായ പദങ്ങൾ ചേർത്ത് മനോഹരമായി എഴുതുന്ന അതേ ONV തന്നെയാണോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊൻതിങ്കൽ കല പൊട്ടു തൊട്ടുണർത്തിയ ഹിമവൽ ശൈലാർദ്ധ ശിഖരത്തിലൊന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും കഠിനഗ്രാഹ്യമായ അത്രമേൽ ഒരു സാധാരണക്കാരന് പണ്ഡിതന് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംസ്കൃത യുക്തി ചേർന്നുള്ള പാട്ടുകൾ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായി വരുന്നു. ഗായിക ലതിക കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ലതിക, ONV ഏറ്റവും അടുത്ത് താങ്കളെ തന്നെ ശ്രദ്ധേയമാക്കിയ പാട്ടുകൾ കാതോട് കാതോരം ഏറ്റവും ഹിറ്റാവുമ്പോൾ ONV വിട പറഞ്ഞിരിക്കുന്നു നമ്മോട്. അതൊരു ഭയങ്കര ഷോക്കിങ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ അറിയുന്നത് വല്ലാത്ത ഷോക്കിംഗ് ന്യൂസ് ആണത്. കാരണം ശരിക്കും ഞാൻ എൻ്റെ ഒരുപാട് ശ്രദ്ധേയമായ പാട്ടുകൾ ഞാൻ എന്നെ അറിയപ്പെടുന്ന ഭരതേട്ടനൊക്കെ എന്നെ തിരിച്ചറിഞ്ഞത് പൊൻപുലരൊളി ആ പാട്ടാണ് ആദ്യം, അതും സാറിന്റെ ആണ്. പിന്നെ കാതോട് കാതോരം. ഈ യാത്രയിൽ ഞാൻ ഒരുപക്ഷെ സിനിമാ ഗാനം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ വരികളെ ഈ ഘട്ടത്തിൽ ONVക്ക് അശ്രുപൂജയായി അർപ്പിക്കാൻ ഒരു ഗായികയോട് എനിക്ക് ആവശ്യപ്പെടാം എന്നത് ഒരു ആസ്വാദകന്റെ അവകാശമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ആ വരികൾ എനിക്ക് സിനിമാ ഗാനമായിട്ടല്ല, അതിന്റെ കവിതാ അംശം താങ്കൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുമോ? കാതോട് കാതോരം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അത് മതി. അത് ഞാൻ പാടാം. ഞാൻ ഒരു 2 ലൈൻ പാടാം, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. യെസ്. ലാ 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 മന്ത്രം ലാ 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 വിശ്വപക്ഷിതാലേ കാതോട് കാതോരം തേൻ
ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. യെസ്, ഏതൊരു ഏറ്റവും വലിയൊരു അശ്രുപൂജ പീപ്പിൾ ടി വിയിലൂടെ ഈ ഘട്ടത്തിൽ ONV സാറിന് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ കഴിയുക, അതിൽ ഭാഗമാക്കാൻ കഴിയുക, കേൾക്കാൻ കഴിയുക പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും വ്യക്തിപരമായി താങ്കളോട് നന്ദി രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരം സുന്ദരമായ വരികളെ താങ്കളുടെ ഏറ്റവും മനോഹരമായ ആ ശബ്ദത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അതിൻ്റെ ആ ബന്ധം ഒക്കെ എനിക്കും ആ ചോദ്യത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷേ താങ്കളുടെ വാക്കുകളിലൂടെ അതിനെ അനുസ്മരിക്കാൻ സാധിക്കുമായിരിക്കും ശ്രീമതി ലതിക. ഇതുമല്ലാതെ തന്നെ ഈ മിന്നാമിനുങ്ങിന്റെ നുറുങ്ങോട്ടത്തിലെ ആ 3 പാട്ടും എന്നും ഓർക്കാൻ ഉള്ള പാട്ടുകളാണ്. ആ പൂവേണം ആയാലും അതിനെ താങ്കളുടെ മനോഹര ശബ്ദത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു അശ്രുപൂജയായിട്ടാണ്. ആ വരികളും കൂടെ ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ആ താരാട്ട് തന്നെ പാടാം. യെസ്, താരാട്ട് തന്നെ ഇപ്പൊ ഞാൻ പാടാം. യെസ്, വളരെ നന്ദി ശ്രീമതി ലതിക. ഇതിനപ്പുറം മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഈ ശബ്ദം തന്നെ ഏറ്റവും വലിയ അനുസ്മരണമാകുന്നുണ്ട് KPAC ലളിതയിലേക്ക്. നേരത്തെ ലതികയുടെ ശബ്ദത്തിലാണ് അനുസ്മരണം വന്നത് KPAC ലളിത. താങ്കൾ ഈ ഘട്ടത്തിൽ ONV എങ്ങനെ ഓർക്കും? സ്വകാര്യ നിമിഷങ്ങളടക്കം ഭരതനുമായിട്ടുള്ള അസോസിയേഷൻസ് ഏറ്റവും ശ്രദ്ധേയമാണ്. എനിക്ക് അതിനു മുമ്പ് തന്നെ എനിക്ക് കുറുപ്പിയേട്ടനെ അറിയാം. എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എനിക്ക് കൈ തന്ന് പിടിച്ചു കയറ്റിയ ഒരാളിൽ എൻ്റെ ഗുരുവിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് കുറുപ്പിയേട്ടൻ. കുറുപ്പിയേട്ടനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ONV കുറുപ്പാവുന്നോ അല്ലെങ്കിൽ വേറെ ഇതിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പുറം അടുപ്പമായിരുന്നു എൻ്റെ അടുക്കൽ. ഞാൻ കാക്കപ്പൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് കുറുപ്പിയേട്ടനെ ആദ്യമായിട്ട് കാണുന്ന പ്രതിഭ ആർട്സ് ക്ലബിൻ്റെ. അന്ന് KPSCയിൽ പോലും ഞാൻ വന്നിട്ടില്ല, അതിന് മുമ്പാണ്. അപ്പൊ അന്ന് തൊട്ടുള്ള അടുപ്പം കുറുപ്പിയേട്ടനുമായിട്ടുണ്ടായിരുന്നു. അത് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് വരെ ഞാൻ കുറുപ്പിയേട്ടനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. എന്നെ സ്വന്തം മകളെ പോലെയാണോ സഹോദരിയെ പോലെയാണോ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര ഒരു അടുപ്പമായിരുന്നു കുറുപ്പിയേട്ടന് ഉണ്ടായിരുന്നത്. മരണത്തിന് ശേഷം നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരു ദിവസം വരുമല്ലോ. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും എനിക്കിപ്പോ പറയാൻ പറ്റുന്നു. എനിക്ക് ഒരു കാര്യം കൂടി, ആ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ വളരെ നൈമികിഷം ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അതാണ് ഒരുപക്ഷെ ചോദിക്കേണ്ടതും പ്രേക്ഷകർക്ക് അറിയേണ്ടതും. വ്യത്യസ്തനാക്കുന്ന ONVയെ വ്യത്യസ്തനാക്കുന്ന വ്യക്തിത്വം അത് പറയാൻ കഴിയുമോ KPSC ലളിത? അത് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇത് ഞാൻ എൻ്റെ കാര്യം ഞാൻ ഇത്രയും കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്. എൻ്റെ സങ്കടഘട്ടത്തിലും അദ്ദേഹം ചേച്ചിയുമായിട്ട് വീട്ടിൽ വന്ന് എൻ്റെ ദുഃഖം പങ്കുവച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അതും കൂടിയാണ് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് എല്ലാവരും പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഈ സന്ദർഭത്തിൽ വെറുതെ ഞാനത് പറഞ്ഞ് ഇനിയും വലുതാക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു.
യെസ്, വളരെ നന്ദി ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും. എസ് ജീവൻകുമാറിലേക്ക്. ജീവൻ അത്തരത്തിലാണ് അനുസ്മരിക്കുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലതിക, ഗായിക ലതിക നമ്മോടൊപ്പം പങ്കുവച്ച ആ ശബ്ദത്തിലും ആ ശബ്ദത്തിനപ്പുറം ആ വാക്കുകളും നിലനിൽക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അത് നാം എത്രമാത്രമാണ് കൃത്യമായി പറയേണ്ടത് ആ ഗാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ? ഒരു ഗാനത്തിൽ അവസാനിക്കുന്നതല്ലല്ലോ. ഒരു ഗാനം കൊണ്ട് മാത്രം വിലയിരുത്തുകയോ അല്ലെങ്കിൽ ഒന്നിലേറെ ഗാനങ്ങൾ കൊണ്ട് വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമല്ല ONV എന്നത്. ONV എന്നത് എത്ര കാലം ഇനി പറഞ്ഞു പോയാലും മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വായിച്ചു കളയാൻ കഴിയാത്ത ഒരു ത്രയാക്ഷരിയുടെ പേരാണ് ONV. അത്രമാത്രം അത് മനസ്സിൽ വീണ് കഴിഞ്ഞു. അതൊരു പുണ്യമായി, മലയാളക്കരയുടെ പുണ്യമായി മനസ്സിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു പേരാണ് ONV. ആ ത്രയാക്ഷരിക്ക് ഈ ലോകവും നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ മണ്ണും മനുഷ്യനും നക്ഷത്രകോടിയും വിണ്ണും ചരാചരങ്ങളുമെല്ലാം ഉള്ള കാലം വരെ ONVയും ONVയുടെ ഗാനശകലങ്ങളും ONVയുടെ കവിത്വവും ONV എന്ന മനുഷ്യനെയും മലയാളികൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ONV എന്ന അധ്യാപകനെ പറ്റി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി 1970കളുടെ ഏറ്റവും അവസാന പാദത്തിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു വിഷ്ണുനാരായണ നമ്പൂതിരിയും എല്ലാം. അവരെല്ലാം അന്ന് ബസ്സിലും നടന്നുമൊക്കെ വരുമ്പോൾ സ്വന്തം ഫിയറ്റ് കാറിൽ ഡ്രൈവറെ വെച്ച് ഓടിച്ചുകൊണ്ട് കാറിലേക്ക് വരികയായിരുന്നു. അന്നും അദ്ദേഹം മലയാളത്താൽ കൊണ്ടാടപ്പെടുന്ന ഏറ്റവും വലിയ കവിയാണ്. നേരത്തെ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിതത്തെ പറ്റിയിട്ടുള്ള കാര്യം. നമ്മളെല്ലാം പറഞ്ഞു കേട്ടിരിക്കുന്നത് ONV കുറുപ്പ് ക്ലാസ് എടുക്കുമ്പോൾ മറ്റ് ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും ONV കുറുപ്പിൻ്റെ ക്ലാസ് കേൾക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഇപ്പോഴത്തെ പ്രമുഖ CPIയുടെ നേതാവായ സി ദിവാകരൻ, ബാലചന്ദ്ര മേനോൻ, അങ്ങനെയുള്ള പലരും. അദ്ദേഹം അതിൽ സി ദിവാകരനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും രസകരമായ ഒരു അനുഭവം ഒരിക്കൽ കേൾക്കാനിടവന്നത്, സി ദിവാകരൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മാഗസിൻ എഡിറ്ററായിരുന്ന ഘട്ടത്തിലാണ് പി പത്മരാജൻ, അദ്ദേഹം പ്രശസ്തമായിരുന്ന പി പത്മരാജൻ തൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സി ദിവാകരനെ സമീപിക്കുന്നത്. അന്ന് സി ദിവാകരൻ മാഗസിൻ എഡിറ്ററായിരുന്നപ്പോൾ ആ കഥ എന്തുകൊണ്ടോ പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയി. അതിനുശേഷമാണ് അദ്ദേഹം വലിയ കഥാകൃത്തായും തിരക്കഥാകൃത്തായും സംവിധായകനും ഒക്കെയായി മാറുന്നത്. അന്ന് തന്നെ ONV കുറുപ്പ് സി ദിവാകരനോട് പറഞ്ഞിരുന്നു ഇവൻ ഒരു വലിയ കഥാകൃത്തായി മാറുമെന്ന്. അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യം സി ദിവാകരൻ തന്നെ ഒരു യോഗത്തിൽ പരസ്യമായി പറയുകയുണ്ടായി. അന്ന് ONV സാറിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള സൗമനസ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പി പത്മരാജൻ്റെ ആ കൃതി തൻ്റെ മാഗസിൻ്റെ ഭാഗമാകുമെന്ന്. അങ്ങനെ ഒരു വലിയ ശിഷ്യസമ്പത്തിൻ്റെ ഉടമ കൂടിയാണ് ONV കുറുപ്പ്. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ പഠിപ്പിച്ച അധ്യാപന പരിചയം മാത്രമായിരുന്നില്ല, അധ്യാപന ജീവിതത്തിൽ നിന്നും സാങ്കേതികമായി വിരമിച്ചതിനു ശേഷം പോലും അദ്ദേഹത്തെ സമീപിക്കുന്നവർക്കെല്ലാം അദ്ദേഹം വാക്കിൻ്റെയും ഭാഷയുടെയും ഒരു വലിയ എൻസൈക്ലോപീഡിയയായിരുന്നു. പലപ്പോഴും പല സംശയങ്ങൾക്കും പല സംശയ നിവാരണങ്ങൾക്കുമായി മലയാളികൾ ഒരുപക്ഷെ അവസാനമായി കടന്നു ചെല്ലുന്നിടം അത് സാധാരണക്കാരായ മലയാളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഭാഷാ വിദ്യാർത്ഥികൾക്ക് മുതൽ മഹാരഥന്മാരായ സാഹിത്യകാരന്മാർക്ക് വരെയുള്ള ഭാഷയുടെ അവസാന ഒരു സംശയ നിവാരണത്തിനുള്ള വ്യക്തി കൂടിയായിരുന്നു ONV കുറുപ്പ്. അങ്ങനെ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിത്വമാണ് അത്തരത്തിൽ അനുസ്മരിക്കുമ്പോൾ SP വെങ്കടേഷ് കുറിച്ചായിരുന്നു. ശ്രീ SP വെങ്കടേഷ്, ONV നിറസാന്നിധ്യം, അദ്ദേഹം ഇന്ന് ഈ നിമിഷം നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എങ്ങനെ അനുസ്മരിക്കും ONVയെ? ഇപ്പൊ ഒന്ന് എന്നാ പറയാ, കറക്റ്റാ പറയണത് തമിഴില് പറഞ്ഞ മതിയാ? மதி இப்ப நான் கொஞ்சம் குழப்பம் வரும். என்ன அவரு கூட ரொம்ப வேலை செஞ்சதால கொஞ்சம் குழப்பம் வருது எனக்கு மைண்டு. ஆக்சுவலா மலையாள சுகரத்துக்கு ரசிகர் பெருமக்களுக்கு ஃபர்ஸ்ட் என்னுடைய மனமார்ந்த நன்றி. ONV சாரை பத்தி சொல்லக்கூடிய யோகியத்தை எனக்கு இல்லை. அவரு அத்தனை வலிய மனுஷன்.
ആക്ച്വലാ അവർ കൂടെ நான் ഒരുപാട് പിക്ചർ ജോലി ചെയ്തിട്ടുണ്ട്. என்னுடைய காம்பினேஷன் ஃபுல்லா இவர் தம்பி கண்ணன், ஆக்சுவலா டென்னி ஜோசப், நான் ONV குரூப் 3 பேர் எத்தனையோ பிக்சர் செய்து எல்லா சாங்க ஹிட். ஆக்சுவலா அவர் எல்லாருக்கும் அவர் எத்தனை மியூசிக் டைரக்டருக்கு அவர் செய்திട്ടുണ്ട്. எல்லா மியூசிக் டைரக்டருக்கு அவர் லிரிக்ஸ் கொடுத்துട്ടുണ്ട്. கொடுத்து அவர் டியூன் செய்யும் மியூசிக் டைரக்டர். எனக்கு மாத்த அவர் ஸ்பெஷலாயிட்டு நான் டியூன் கொடுத்து தத்தகாரம் கொடுத்தா அதுக்கு அருமையாக ஃபர்ஸ்ட் கிளாஸா எழுதி கொடுக்கும். அவர் எழுதிய பிக்சர் எல்லாம் ஹிட் சாங்ஸ். சொன்ன வருதே அவர் பிரசாத் ஸ்டுடியோக்கு ஒன்ஸ் நான் டென்னிஸ் எல்லாம் இருந்து ரெக்கார்டிங் செய்துட்டு தொடர் கதை. அப்போது சடன்லி டென்னி ஜோசப் ஒன்னு பாருங்க வெங்கடேஷ் அந்த கிட்டார்ல ஒரு சின்ன மெலடி பிளே பண்ணு சொன்ன உடனே இம்மிடியா அவரு ONV குரூப் இம்மிடியா எழுதி மாணிக்க குயிலே, அது சூப்பர் ஹிட் சாங். വെങ്കടേഷ് ദയവായി താങ്കൾ തുടരുക. ശ്രീ യേശുദാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു, താങ്കളിലേക്ക് വരാം. SP വെങ്കടേഷ് ഇത്തരത്തിലാണ് അനുസ്മരിക്കുന്നത്, വാക്കുകൾക്ക് അപ്പുറത്തുമുള്ള വ്യക്തിത്വം യേശുദാസ്. ഹലോ, ശ്രീ യേശുദാസ്. நமஸ்காரம், வணக்கம் வணக்கம்ப்பா. இல்லை இருக்கட்டும், நம்ம அப்புறமா பேசுப்போம். நம்ம இது இப்போ இருக்கிற டைம் அது இல்லையே. சரிப்பா, சொல்லுங்க என்ன. ശ്രീ യേശുദാസ്, SP വെങ്കടേഷ് അനുസ്മരിക്കുന്നത് വാക്കുകൾക്ക് അപ്പുറത്തേക്കാണ് വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനും. അതെ അതെ, താങ്കളുടെ ഈ നിമിഷത്തെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇതിപ്പോ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് വാക്കുകൾ വരില്ല. എന്നാലും വിഷമിച്ച് തന്നെ ഓർമ്മകളൊക്കെ എടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ വളരെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ONV സാറിനെ ഒരു ഗുരുസ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പലതരത്തിലും അദ്ദേഹത്തിന്റെ കവിതകളോ അല്ലെങ്കിൽ മറ്റ് ഗാനങ്ങളുടെ നിലവാരം ഒന്നും എനിക്ക് പറഞ്ഞ് അതിന്റെ വാല്യൂ ഒന്നും പറയാനുള്ള കഴിവ് എനിക്കില്ലെങ്കിൽ പോലും പാട്ടുകൾക്ക് അദ്ദേഹം തന്നിട്ടുള്ള എന്നെ കൊണ്ട് ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും എത്രത്തോളം അത് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എൻ്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയ ആദ്യമായിട്ട് കിട്ടിയത് മാണിക്യ വീണയുമായി എന്ന ഗാനത്തിനാണ്. അതും സാറിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒന്ന്, ഞാൻ ഈ പാട്ടുകളും സിനിമയും ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു വലിയ ഗുരുസ്ഥാനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഗുരുസ്ഥാനം എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ട് അദ്ദേഹം ഏത് തരത്തിലാണ് അതിനെ വാല്യൂ കൊടുത്തിരുന്നത്, ജീവിത രീതി, അതിനെ ഞാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ എന്താ പറയാ, അതിനെ അത്രയ്ക്ക് വില കൽപ്പിച്ചുകൊണ്ട് ആ ചേച്ചിയും അദ്ദേഹവുമായിട്ടുള്ള ആ രീതി, ജീവിത രീതി അത് അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കലാകാരന്മാർക്ക് വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ്, തുറന്നു പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഞാൻ അദ്ദേഹത്തിന് ആ ഒരു ഗുരുസ്ഥാനവും കൂടി കൊടുത്തു. പിന്നെ ഇത്രയും കാലമായിട്ട് ഒരുപാട് ബന്ധങ്ങളും ബഹുമാനവും അദ്ദേഹം എനിക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുള്ള നീ മായും നിലാവേ, സാഗരമേ ശാന്തമാകൂ, മാടപ്രാവേ, പാതിരാക്കിളി, ആദിയൂഷ സന്ധ്യകൾ, വേഴാമ്പൽ കേഴും, വാർത്തിങ്കൾ തോണി, ഇങ്ങനെയുള്ള പൊൽത്തിങ്കൾ കല തൊട്ട് എന്നുള്ള ആ ഗാനമൊക്കെ മറക്കാൻ ഒക്കാത്തതാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം എനിക്ക് ഇത്രയും ഉത്തേജനം നൽകിയിട്ടുള്ളതും എനിക്ക് പേരും പുകഴും വാങ്ങിച്ചു തന്നിട്ടുള്ള ഗാനങ്ങളാണ്. പിന്നെ ഒരുപാട് ഗാനങ്ങൾക്ക് അദ്ദേഹം ട്യൂൺ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ട്യൂൺ എഴുതിയിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ പോലും അത് കൃത്യമായിട്ട് അവരുടെ ട്യൂണിന് അനുസരിച്ച വാല്യൂ ഉള്ള, അതായത് വെറുതെ താഴ്ന്ന നിലയിൽ പോകാതെ കവിതകൾക്ക് യാതൊരു ദോഷവും വരാത്ത വിധത്തിൽ അദ്ദേഹം എഴുതി. ഞാൻ എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വലിയൊരു മഹത്വമാണ്. ഇനിയിപ്പോ നമുക്കത് അങ്ങനെ ഒരു മഹാനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയല്ലാതെ വേറെ ഒരു ഇതുമില്ല.
നമുക്ക് എല്ലാം നഷ്ടം തന്നെയാണത്. ശ്രീ യേശുദാസ്, എനിക്ക് ഒന്ന് അതിൽ കൂട്ടിച്ചേർക്കേണ്ടത്, കാരണം നാം ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതുതന്നെയാണ് ആ മഹാന് കൊടുക്കുന്ന അശ്രുപൂജ. ആ തലത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നതും. ഒരുപക്ഷെ ജി ദേവരാജന്റെ എടുത്തു കഴിഞ്ഞാൽ 1956 അദ്ദേഹത്തിന്റെ കാലം മാറുന്നു എന്ന ആദ്യ ചിത്രം വരുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ സംഗീത സംവിധായകർ, ജി ദേവരാജൻ, ONV കുറുപ്പ്, 1956 കാലം മാറുന്നു എന്ന അത്തരം കാര്യങ്ങളൊക്കെ ഈ അസോസിയേഷൻ ജി ദേവരാജൻ ONV കൂട്ടുകെട്ട് നാം പലപ്പോഴും ചേരുന്നുണ്ട്. ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഏതു തരത്തിലായിരിക്കും ഒന്ന് ഓർക്കുക ഈ നിമിഷം. അദ്ദേഹം അവർ രണ്ടുപേരും യോജിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു കൊച്ചു പയ്യനായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആകെ ഒരു കാലത്തെ പറ്റി അധികം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള അവകാശമോ അല്ലെങ്കിൽ ധൈര്യവും എനിക്കില്ല. എന്നാൽ പോലും ഒരു 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 അധ്യാപകൻ എന്നുള്ള നിലയല്ലേ എത്ര ശിഷ്യന്മാരെ അദ്ദേഹത്തിന്റെ കീഴില് അദ്ദേഹത്തിനെ ബഹുമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ സ്നേഹിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ അനുകരിച്ചുകൊണ്ട് എത്ര പേര് വളർന്നു എന്നുള്ളത് കാണുമ്പോൾ കേരളത്തിലെ ഒരു മഹാഗുരുസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ദക്ഷിണമൂർത്തി സ്വാമി ആയിക്കഴിഞ്ഞാലും, MS ബാബുരാജിനെ ആയിക്കഴിഞ്ഞാലും, MK അർജുനെ ആയിക്കഴിഞ്ഞാലും, K രാഘവൻ മാസ്റ്ററെ ആയിക്കഴിഞ്ഞാലും, ശ്യാം ജോൺസൺ, ഇപ്പോൾ അല്പം മുമ്പ് പ്രതികരിച്ച SP വെങ്കടേഷ് വടക്കം മലയാള സിനിമയ്ക്ക് ഈ കൂട്ടുകെട്ടുകൾ നൽകിയ സംഭാവന ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റുഡന്റ് അടക്കം, ഒരു പഠിതാവ്, അധ്യാപകൻ, ഗുരുസ്ഥാനീയൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ആ കാലഘട്ടങ്ങളെ ഒരു പുതിയ തലമുറയ്ക്ക് ഏത് തരങ്ങളിലായിരിക്കും മാതൃകയാവും? പിന്നെ അത് കൂടാതെ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുക, അതായത് പോയി സംസാരിച്ച് സാർ ഞാനൊരു മ്യൂസിക് ചെയ്യുകയാണ്, ഒരു വളരെ പേരും പുകഴും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ മ്യൂസിക് ഡയറക്ടറിനോട് അങ്ങേയറ്റം സ്നേഹത്തോടും ബഹുമാനത്തോടും ഒരു അനുഗ്രഹത്തോടും കൂടി അദ്ദേഹം പെരുമാറി പാട്ട് എഴുതി കൊടുത്തിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം ഇത്, അതായത് താൻ ചൂസ് ചെയ്യുന്ന വെറും ഫേമസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ആരായാലും അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഗാനങ്ങൾ അദ്ദേഹം നൽകി അവരെ പോഷിപ്പിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ആർക്കും മറക്കാനൊക്കെ. അതോടൊപ്പം എനിക്ക് താങ്കളുടെ മുന്നിൽ ഒരു കാര്യം പറയാനുള്ളത്, ഓൺലൈൻ സൈറ്റുകൾ മൊത്തം വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന തലം. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, കവി എന്നുള്ള രീതിയിൽ, ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ, സാംസ്കാരിക നായകൻ എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയത്തിലുള്ള ഇടപെടലുകൾ, ഓൺലൈൻ സൈറ്റുകൾ മൊത്തം ഇപ്പോൾ അദ്ദേഹവുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് അശ്രുപൂജ നൽകുകയാണ്. എഴുത്തുകാർ കവിതകളിലൂടെ, സാംസ്കാരിക പ്രവർത്തകർ ആ തലത്തിൽ, ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഈ പാരമ്പര്യത്തോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ നിമിഷം പീപ്പിൾ TVയിലൂടെ ഗായകന്റേതായ ഒരു അശ്രുപൂജ പ്രേക്ഷകരും ഞാനും ഒക്കെ താങ്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ ഞാനടക്കം വ്യക്തിപരമായി ആവശ്യപ്പെടുകയാണ് ശ്രീ യേശുദാസ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ONV സാറ് ഒരു കവി അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങള് ഒരു ഗുരുസ്ഥാനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ കുറഞ്ഞ ഒരു ചിന്ത ഞങ്ങൾക്ക് വരാൻ വഴിയില്ല. കാരണം ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ചേച്ചിയെ ആ രണ്ടുപേരെയും കാണുമ്പോഴും ഒരു പ്രത്യേക മനസ്സിലൊരു വളരെ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണം എന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ശുദ്ധ മനസ്ഥിതിയുള്ള രണ്ടുപേരും, ചേച്ചിയെ കണ്ടാലും ശരി, രണ്ടുപേരും കൂടി ഒന്നിച്ച് വരുമ്പോഴുള്ള ആ ഒരു നിറവ്, അതാണ് ഞങ്ങളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അതൊരിക്കലും ഇനിയിപ്പം നമുക്ക് കാണാനുള്ള ഇതില്ലാണ്ടിരിക്കുന്നുള്ള ആ ദുഃഖം വളരെയാണ്. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇത്രയും ഓർമ്മയോടുകൂടി യാതൊരു തരത്തിൽ ഇത്രയും പ്രായം ചെന്നിട്ട് പോലും എഴുതിയിട്ടുള്ള ഗാനങ്ങൾക്ക് വളരെ ആഴമേറിയ ആശയങ്ങളും ആഴമേറിയ കാര്യങ്ങളും നിന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ശുദ്ധത, ആ മസ്തിഷ്കത്തിലുള്ള ശുദ്ധത നമുക്ക് മനസ്സിലാക്കാനും. ഇവിടെ ശ്രീ യേശുദാസ്, ഒരു കവി അദ്ദേഹം അതിൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത താങ്കളുടെ ഹൃദയത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് താങ്കളുടെ ശബ്ദത്തിൽ ഒരുപക്ഷെ ONV എന്ന് പറഞ്ഞ ഞാൻ പീപ്പിൾ TVയിൽ, കൈരളി TVയിൽ ഇരുന്നാണ് അത് ചോദിക്കുന്നത്. കൈരളിയുമായി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു കവിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ കവിത താങ്കളുടെ ശബ്ദത്തിൽ ഒരു 4 വരിയായി പീപ്പിൾ TVയിലൂടെ. അത് ഇന്ന് ചോദിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഞാൻ അതിന്റെ
സംസാരിച്ചത് യേശുദാസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവന് വിശ്വസിച്ചാൽ മതി. കാരണം ഇന്ന് എന്നെ കൊണ്ട് പാടിക്കുന്നത് ശരിയല്ല. യെസ്, അത് ചോദിച്ചത് തന്നെ ഉചിതമായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കും. യെസ്, ഞാൻ താങ്കളോട് അത് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ആ കവിതകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പറയുന്നത്. താങ്കൾ അതിൽ ഏറ്റവും എനിക്ക് വളരെ മനസ്സിൽ പിടിച്ചിട്ടുള്ള ഇത് സാഗരമേ ശാന്തമാകും. അപ്പൊ നമ്മൾ പറയണത് എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ശാന്തമാകുക ഈ കാര്യത്തിൽ. യെസ്, അദ്ദേഹത്തിന്റെ അന്ത്യ അശ്രുപൂജകളിൽ താങ്കൾ പങ്കെടുക്കാൻ വരുന്നുണ്ടോ? ഇതിപ്പോ ഞാൻ അന്വേഷിച്ചു, അപ്പോഴേ മറ്റന്നാളാണ് എന്നാണ് എന്റെ ഇപ്പോഴത്തെ അറിവ് കിട്ടിയിരിക്കുന്നത്. അല്ലേ, മറ്റന്നാളാണ്? അതെ. അപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ അവിടെ എത്തത്തക്ക വിധത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിയുന്നത്ര മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും അവിടെ വന്ന് കാണേണ്ട ഒരു കടപ്പാടുള്ളതുകൊണ്ട് അത് ഈശ്വരാധീനം കൊണ്ട് അന്ന് വന്ന് ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകാനും അദ്ദേഹത്തിനുള്ള ആ ബഹുമാനത്തിന് സത്യമുണ്ട്, സാക്ഷ്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വന്നു ചേരണമെന്ന് ആഗ്രഹമുണ്ട്. യെസ്, അദ്ദേഹത്തിന്റെ കവിതകളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ കവിതയെ ഞാൻ ചൂണ്ടിക്കാണിച്ചതും. വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ശ്രീ യേശുദാസ്. ഇതിന് നന്ദി പറയേണ്ട ആവശ്യമില്ല, ഇത് നമ്മുടെ കടപ്പാടാണ്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ ഓരോ വ്യക്തികളും, മലയാളികൾക്ക് ഒരു കടപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വേർപാടില് ദുഃഖിക്കാനും അദ്ദേഹത്തിനെ എന്നും സ്മരിക്കാനും ഉള്ള ഒരു കടപ്പാടുള്ളത് ഒരിക്കലും മറക്കാനൊക്കില്ല. യെസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദരങ്ങളോ അല്ലെങ്കിൽ തന്റെ സ്വന്തം മക്കളെ പോലെ വിചാരിക്കുന്നവരോ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദുഃഖിക്കുക, ആ വേർപാടിലുള്ള ദുഃഖം നമുക്ക് ഒരിക്കലും മറക്കാനും. പക്ഷെ സാറിനെ ഇങ്ങനെയുള്ള കലാകാരന്മാർ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവില്ല. വെച്ചാൽ അത്രയ്ക്ക് അവർ നമ്മളെ വശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരീരം കൊണ്ട് അവർ പോയാലും ഓർമ്മകളിൽ അവരെന്നും നിലനിൽക്കും. യെസ്, ആ ഓർമ്മകളിൽ ഞങ്ങളും പങ്കാളിയാകുന്നു. ONVക്കൊപ്പം എസ് ജീവൻകുമാറിലേക്ക് ഞാൻ നന്ദി. അതിനപ്പുറത്തേക്ക് SP വെങ്കടേഷിലേക്ക്. SP വെങ്കടേഷ്, യേശുദാസ് അനുസ്മരിച്ചത് താങ്കൾ കാണുന്നുണ്ട്. അത്രമാത്രം വൈകാരികമായി അടുപ്പം പുലർത്തുക. അദ്ദേഹത്തിൻ്റെ കവിതകളെ ഏതു തരത്തിലാണ് അദ്ദേഹം ഒറ്റ വരിയിൽ പറയുകയാണ്, അതിലെല്ലാം അദ്ദേഹം അർപ്പിക്കുന്നുണ്ട് അശ്രുപൂജയായി. അത്തരത്തിൽ യേശുദാസ് അനുസ്മരിക്കുന്നു ONVയെ. ആ നിമിഷങ്ങൾ താങ്കൾ അടുത്ത് കേട്ടുകഴിഞ്ഞതാണ്. അതിനെ ഏതു തരത്തിൽ തുടരും പ്രേക്ഷകർക്കായി? ശ്രീ SP വെങ്കടേഷ്. ഹലോ, വണക്കം. യേശുദാസ് ഏതു തരത്തിലാണ് ONVയെ അനുസ്മരിച്ചതെന്ന് താങ്കൾ കേട്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹത്തിന്റെ ഒരു അശ്രുപൂജയായുള്ള എൻ്റെ ചോദ്യത്തോട് ഒരു കവിതയുടെ വാക്കുകൾ ആണ് അദ്ദേഹം പറയുന്നത്. ആ ശാന്തിയും സമാധാനവും എന്നുള്ളത് ONVക്ക് അശ്രുപൂജയായി അർപ്പിച്ചുകൊണ്ട് തന്നെ യേശുദാസ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് അതിനെ ONVയുടേതായ തലങ്ങളിൽ താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുക, അടുത്തറിയുക ആ അനുസ്മരണം? ഹലോ, SP വെങ്കടേഷ്, കേൾക്കാമോ? இல்ல, அவரை பத்தி പറയാൻ വേണ്ടി നമ്മൾക്ക് അത്ര യോഗ്യത ഇല്ല. ஆனா ஒரே ஒரு வேர்டு പറയാം. தாசன்னா அந்த ஒரே ஒரு சாங் இன்னும் எல்லாரும் பாடுது, பாதிராக்கிலி കിഴക്കൻ ബട്ടേഴ്സ്. യെസ്, വളരെ നന്ദി SP വെങ്കടേഷ്.